ഇന്ന് നമുക്ക് ഇന്ദ്രജിത്തും അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ 3 വർഷം പ്രണയിച്ച പയ്യനെ വിവാഹം കഴിക്കുവാനായി പോവുകയാണ് നായികയായ സ്റ്റെഫി. എന്നാൽ വിവാഹ ദിവസം പയ്യൻ വരത്തില്ല. പയ്യനെ കാണാനില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. പയ്യൻ എന്തുകൊണ്ട് കല്യാണത്തിന് വന്നില്ല അതറിയുവാനായിട്ട് നായികയാണെങ്കിൽ അവന്റെ നാട്ടിലേക്കും എത്തുകയാണ്. അവിടെ വെച്ച് ഒരു അപരിചിതനെ പരിചയപ്പെടുന്നു. പിന്നീട് അവളെ സഹായിക്കുന്നത് ആ ഒരു അപരിചിതനാണ്. എന്നാൽ അപരിചിതന് ചില കാര്യങ്ങൾ നേരിടേണ്ടി വരുന്നു. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ കല്യാണപ്പെണ്ണിന് വേണ്ടിയിട്ടുള്ള വിവാഹ വസ്ത്രവുമായി എത്തുകയാണ് പെൺകുട്ടിയുടെ ബന്ധു. ആ മനോഹരമായ വസ്ത്രവും ധരിച്ച് സുന്ദരിയായി പുറത്തേക്ക് വരികയാണ് കഥാനായികയും വധുവുമായ സ്റ്റെഫി. സ്റ്റെഫിയുടെ ഫോട്ടോഷൂട്ട് നടത്തുമ്പോഴാണ് വരനായ സിജിന്റെ വീട്ടിൽ നിന്നും ആള് വരുന്നത്. കാര്യം എന്തെന്നാൽ സിജിനെ കാണാനില്ല. വീട്ടുകാർക്കും അറിയത്തില്ല അവൻ എവിടെ പോയെന്ന്. സ്റ്റെഫിയെ പറഞ്ഞ് മനസ്സിലാക്കുവാനായി പറഞ്ഞിട്ടാണ് സിജിന്റെ ബന്ധു അവിടെ നിന്ന് പോകുന്നതും. സ്റ്റെഫിയുടെ വീട്ടുകാർക്കാണെങ്കിൽ ആകെ ദേഷ്യം. ഒടുവിൽ സ്റ്റെഫിയോട് കാര്യം പറയും. അത് കേട്ടതും സ്റ്റെഫിക്കാണെങ്കിൽ സഹിക്കാനായില്ല. അവൾ തന്റെ റൂമിൽ കയറി കഥ കടയ്ക്കും. എന്ത് ചെയ്യുമെന്ന് അറിയാതിരിക്കുന്ന സ്റ്റെഫിയാണെങ്കിൽ സിജിൻ അയച്ച പഴയ മെസ്സേജുകളൊക്കെ എടുത്തു നോക്കുന്നു. സിജിൻ തന്നെ ചതിക്കില്ലെന്ന് സ്റ്റെഫിക്ക് ഉറപ്പായിരുന്നു. സ്റ്റെഫി ഒന്നും നോക്കിയില്ല. ആശ്വസിപ്പിക്കാനായി വന്ന വീട്ടുകാരെ മുഴുവൻ റൂമിലിട്ട് പൂട്ടിയിട്ട് തന്റെ പ്രിയപ്പെട്ട നായ്ക്കുട്ടിയോടും യാത്ര പറഞ്ഞ് അവൾ നേരെ സിജിനുള്ള തിരുവനന്തപുരത്തേക്കാണ് പോകുന്നതും. സ്റ്റെഫി ആണെങ്കിൽ ഊട്ടിയിൽ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയിരിക്കുന്നതും. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ഫോണാണെങ്കിലോ സ്വിച്ച് ഓഫ് ആയി, ചാർജുമില്ല, ആരെയും വിളിക്കാനും പറ്റുന്നില്ല. അതേസമയമായിരുന്നു കാറ് സ്റ്റാർട്ടാകാതെ വിഷമിച്ചു നിൽക്കുന്ന സിദ്ധുവിനെ കാണിക്കുന്നതും. സിദ്ധു ടെൻഷൻ അടിച്ച് കാറ് റെഡിയാക്കുവാനായി ഫോൺ ചെയ്യുകയായിരുന്നു. സിദ്ധുവിന്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കണ്ട് അവിടേക്ക് എത്തിയ സ്റ്റെഫി സിദ്ധുവിനോട് ഫോൺ ചോദിക്കും. ആദ്യം സിദ്ധു ഒന്നും കൊടുക്കില്ല. പിന്നീട് കാറ് സ്റ്റാർട്ടായപ്പോൾ സിദ്ധുവിനാണെങ്കിൽ സ്റ്റെഫിയെ കണ്ട് പാവം തോന്നും. അങ്ങനെ സിദ്ധു ഫോൺ വിളിക്കുവാനായി ഫോൺ കൊടുക്കുന്നു. അവൾ ആരെയൊക്കെ വിളിക്കും. ദേഷ്യമൊന്നും ഫോണാണെങ്കിൽ സ്വന്തം തലയിലടിക്കുന്നത് കണ്ട് സിദ്ധുവിന് വല്ലാതെ ദേഷ്യം വരും. ഫോൺ നശിപ്പിക്കുകയാണോ എനിക്ക് പറഞ്ഞ് ഫോണും വാങ്ങി സിദ്ധു പോകുവാനായി ഒരുങ്ങുന്നു. എന്നാൽ പോകുവാനായി ഒരുങ്ങുന്ന സമയം തന്നെ പാവം ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് റോഡിൽ നിൽക്കുകയല്ലേ. അത് കാണുമ്പോഴും സിദ്ധുവിന് പാവം തോന്നുന്നു. അതുകൊണ്ട് തന്നെ സിദ്ധു നേരെ പോയി സ്റ്റെഫിയോട് കാര്യം അന്വേഷിക്കും. അപ്പോൾ അവൾ സിജിനെ കാണാനില്ലാത്ത കാര്യവും പറയുകയാണ്. അവൻ ഒരിക്കലും എന്നെ ചതിക്കത്തില്ല. ഞങ്ങൾ 3 വർഷമായിട്ടുള്ള പ്രണയമാ. ഞാൻ വിവാഹം നടത്താമെന്ന് ചോദിച്ചപ്പോൾ അവനും വിവാഹം കഴിക്കുവാനായും തയ്യാറായി. വേറെ എതിർപ്പൊന്നും പറഞ്ഞില്ല. അവനിനി ഒരുപാട് ഇഷ്ടമാ. എനിക്ക് തോന്നുന്നത് അവന് വേറെ എന്തോ സംഭവിച്ചെന്നാ. എനിക്ക് എന്തായാലും അവനെ കാണണം, കാര്യം എന്താണെന്ന് അറിയണമെന്നും സ്റ്റെഫി പറയുന്നു. സ്റ്റെഫി പറയുന്നത് കേട്ട് സിദ്ധുവിനും പാപം തോന്നും. അങ്ങനെ സിദ്ധുവാണെങ്കിൽ സ്റ്റെഫിയെ സഹായിക്കുവാനായും തീരുമാനിക്കുന്നു. കാറിൽ വെച്ച് സ്റ്റെഫി തന്റെ ഫോൺ ചാർജിനിട്ടിട്ട് ഫോൺ ഓണാക്കി സിദ്ധുവിന്റെ ഫ്ളാറ്റിന്റെ അഡ്രസ്സും പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു അഡ്രസ്സിലേക്കാണ് അവർ പോകുന്നതും. ഏകദേശം 10-15 കിലോമീറ്റർ ഉണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നും സിദ്ധു പറയുന്നു. അതിന് സ്റ്റെഫി തയ്യാറായിരുന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും സിജിനെ കാണണം. പോകുന്ന വഴിയിലെല്ലാം സിദ്ധുവിനെ അവന്റെ അമ്മ വിളിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചോ, എവിടെ എത്തി, നീ വന്നിട്ടേ ഞാൻ ആഹാരം കഴിക്കൂ എന്നൊക്കെ അമ്മ പറയും. അപ്പോഴെല്ലാം സിദ്ധു ആണെങ്കിൽ അമ്മയോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നതും. അമ്മയാണെങ്കിൽ ഒന്നും മിണ്ടാതെ കട്ട് ചെയ്ത് കളയുകയും ഒക്കെ ചെയ്യും. അതിനുശേഷം വീണ്ടും യാത്ര തുടരുന്ന സമയത്ത് സിദ്ധുവിനെ അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ഐഷു വിളിക്കുകയാണ്. ഐഷുവിനോട് വളരെ സ്നേഹത്തോടു കൂടിയാണ് സിദ്ധു സംസാരിക്കുന്നതും. ഐഷു ആണെങ്കിൽ ബാംഗ്ലൂരിലേക്ക് പോകുവാനായി എയർപോർട്ടിൽ ഇരിക്കുകയാണ്. സിദ്ധുവിനെ കാണാതെ മിസ് ചെയ്താണ് ഐഷു വിളിക്കുന്നതും. ഐഷുവിന്റെ കോള് കട്ടായതും ചേട്ടന് സത്യത്തിൽ ഐഷുവിനെ മിസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ സ്റ്റെഫി ചോദിക്കുന്നുണ്ട്. ചെറുതായിട്ടൊക്കെ മിസ് ചെയ്യുന്നു എന്നും സിദ്ധു പറയുന്നു. അങ്ങനെ അവരുടെ പ്രണയത്തെ പറ്റിയൊക്കെ സിദ്ധു വാതോരാതെ സ്റ്റെഫിയോട് സംസാരിക്കും. സിദ്ധു തന്റെ പ്രണയത്തെ പറ്റി പറയുമ്പോഴെല്ലാം സ്റ്റെഫിക്കാണെങ്കിൽ സിജിനെ ഓർമ്മ വരും. നിങ്ങൾ ഒരുപാട് ലക്കിയ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ അടിപൊളിയാണെന്നും നമ്മുടെ സ്റ്റെഫി പറയുന്നുണ്ട്. അതേസമയം തന്നെ സ്റ്റെഫി പറഞ്ഞത്, ചേട്ടനെ ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതേ ചേട്ടൻ 2 പിള്ളേരൊക്കെ കാണുമെന്നാ. പക്ഷെ ബാച്ചലർ ആണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. സാരമില്ല, ചേട്ടൻ ഈ സോൾട്ട് ആൻഡ് പേപ്പറിലൊക്കെ ചേരുന്നുണ്ടെന്നും സ്റ്റെഫി പറയുന്നു. ഇവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പൊക്കും. 2 പേരും വിവാഹവേഷം കണക്കാണല്ലോ ധരിച്ചിരുന്നതും. അതും നമ്മുടെ സിദ്ധുവിന്റെ വേഷമാണെങ്കിൽ ബ്ലാക്കും. അത് കണ്ട് 2 പേരും കല്യാണം കഴിഞ്ഞിട്ട് പോകുന്നതെന്നാ പോലീസ് കരുതിയത്. മാത്രമല്ല സ്റ്റെഫി ആണെങ്കിൽ സിജിനെ പറ്റി ഓർത്ത് വണ്ടിയിൽ നിന്നിറങ്ങി കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലീസ് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം സിദ്ധാർത്ഥ് പറയും. അത് കേട്ട് പോലീസുകാരൻ പറയുന്നത്, ഒരു കാര്യം ചെയ്, ഒന്നുകിൽ നീ ഈ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നാക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഇവളെ വീട്ടിൽ പോകുവാനായിട്ട് ബസ് കയറ്റി വിടണം. ഇനി നിന്നിട്ടൊന്നും കാര്യമില്ല എന്ന് ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ പറയുന്നു. അതുകൊണ്ട് തന്നെ അവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുവാൻ പോലീസുകാരൻ പറഞ്ഞതനുസരിച്ച് സിദ്ധു തന്റെ കാറിൽ കയറ്റി സ്റ്റെഫിയുമായിട്ട് വീണ്ടും യാത്രയായി.
പോലീസ് പറഞ്ഞതുപോലെ സ്റ്റെഫിയെ നേരെ പോലീസ് സ്റ്റേഷനിലേക്കല്ല അവൻ കൊണ്ടുപോയത്. നേരെ സിജിൻ ഉണ്ടെന്ന് പറയുന്ന ആ ഒരു ഫ്ളാറ്റിലേക്കായിരുന്നു. അവസാനം അവർ ആ ഒരു ഫ്ളാറ്റ് കണ്ടുപിടിച്ചെത്തുകയാണ്. സിജിനെ കാണാൻ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ സ്റ്റെഫിക്ക് വല്ലാത്ത ടെൻഷൻ. അവളാണെങ്കിൽ ഒരു ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കഴിക്കും. എന്നിട്ട് നമ്മുടെ സിദ്ധുവിനോട് യാത്ര പറഞ്ഞു പോകുവാനായി ഇറങ്ങുമ്പോൾ നീ ആദ്യം പോയി നോക്ക്, എന്നിട്ട് യാത്ര പറയാമെന്നായിരുന്നു സിദ്ധു പറഞ്ഞത്. അങ്ങനെ സ്റ്റെഫി നേരെ നടന്നു ചെന്ന് നമ്മുടെ സിജിന്റെ ഫോട്ടോയാണെങ്കിൽ സെക്യൂരിറ്റിയെ കാണിക്കുന്നു. സെക്യൂരിറ്റി പറഞ്ഞത് ഒരു 1.5 വർഷം മുൻപ് ഇയാൾ ഇവിടെ തന്നെയാ താമസിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെയല്ല, വേറെ എവിടെയാണെന്ന് അറിയത്തില്ല എന്നും സെക്യൂരിറ്റി പറയുന്നു. അത് കേട്ട് അവൾ വല്ലാതെ ഷോക്കായി പോകുന്നു. കാരണം സിജിൻ പറഞ്ഞത് അവൻ ആ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെന്നാ. പക്ഷെ അത് കള്ളമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സങ്കടത്തിൽ അവൾ നേരെ റോഡിലേക്ക് ഇറങ്ങി നടന്നു പോകും. അതെല്ലാം സിദ്ധു കാണുന്നുണ്ട്. സ്റ്റെഫിക്ക് പിന്നാലെ പോയി സിദ്ധു ആണെങ്കിൽ അവളെ തടഞ്ഞു നിർത്തുകയാണ്. നീ എന്തിനാ റോഡിൽ കൂടെ ഇറങ്ങി നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ എന്നെ ചതിക്കുന്നെന്നാ തോന്നുന്നത്. അവൻ ഈ ഫ്ലാറ്റിലല്ല, ഞാൻ അല്ലെങ്കിലും ഭാഗ്യമില്ലാത്തവളാ, ജനിച്ച സമയം മുതലേ ഞാൻ ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് അവൾ പൊട്ടിക്കരയുന്നു. സിദ്ധു ഒരുപാട് അവളെ സമാധാനിപ്പിക്കുവാനായി നോക്കും. എന്നിട്ട് അവളെ കാറിൽ കയറ്റി കൊണ്ടുപോകുവാനായി നോക്കുന്ന സമയം തന്നെയായിരുന്നു ആ ഒരു പോലീസുകാരൻ വീണ്ടും അവിടേക്ക് വന്നത്. നിങ്ങളുടെ പ്രശ്നം ഇതുവരെയും തീർന്നില്ലേ? ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ അവളെ എവിടെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിറക്കാൻ. അപ്പോൾ അതിന് മറുപടിയായിട്ട് സിദ്ധു പറഞ്ഞത് ഈ കുട്ടിക്ക് അവനെ കണ്ടുപിടിക്കണം, അവനെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുകയാണെന്നും സിദ്ധു പറയുന്നു. ഉടനെ തന്നെ ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ പറയുന്നത് അവനെ കണ്ടുപിടിക്കണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഒന്ന് ഇൻഫോം ചെയ്യേ, എന്നിട്ട് ബാക്കിയുള്ള കാര്യം നമുക്ക് നോക്കാമെന്നും പോലീസുകാരൻ പറയുന്നു. എന്നാൽ അവൾ പറയുന്നത് എനിക്ക് ആരെയും കണ്ടുപിടിക്കണ്ട, ഞാൻ നേരെ നാട്ടിലേക്ക് പോവുകയാണെന്നും അവൾ പറയുന്നു. അത് കേട്ട് പോലീസ് ഓഫീസർ പറയുന്നത് അതാ നല്ലത്, നീ വേഗം നാട്ടിലേക്ക് പൊക്കിയോ എന്ന് പറഞ്ഞ് പോലീസ് ഓഫീസറിന്റെ നമ്പറും കൊടുത്തിട്ടാണ് അവിടെ നിന്ന് അവർ പോകുന്നതും. എന്നാൽ സിദ്ധുവിനൊപ്പം കാറിൽ പോകുന്ന സമയത്തും അവൻ എന്തിനാ എന്നോട് അങ്ങനെയൊക്കെ കാണിച്ചത്? അല്ല, അവൻ എന്നോട് ഒരുപാട് ഇഷ്ടമാണെന്നാ പറഞ്ഞത്. ഞാൻ പോലും അവനെ വിവാഹത്തിന് നിർബന്ധിച്ചില്ല. വിവാഹത്തിന്റെ കാര്യം പറഞ്ഞതും അവന് ഓക്കെ പറഞ്ഞതാ. പിന്നെ എന്താണ് കാര്യമെന്ന് എനിക്കറിയണം, എനിക്കവനെ കണ്ടുപിടിക്കണം എന്നൊക്കെ തന്നെ അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്റ്റെഫിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ സ്റ്റെഫിക്ക് ആഹാരമൊക്കെ സിദ്ധു വാങ്ങിക്കൊടുക്കുന്നു. അവർ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അച്ഛനെയും മകനെയും കാണും. മകനാണെങ്കിൽ കുറച്ച് സുഖമില്ലാത്തതാണ്. ആ മകനെ അച്ഛൻ നന്നായി കെയർ ചെയ്യുന്നതെല്ലാം സ്റ്റെഫി കാണുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും കാറിൽ പോകുവാനായി ഒരുങ്ങുന്ന സമയം തന്നെയായിരുന്നു ഈ അച്ഛനും മകനും ഓട്ടോയ്ക്ക് കൈ കാണിക്കുന്നതും. പക്ഷെ ഒരു ഓട്ടോയെ നിർത്തുന്നതേയില്ല. അത് കാണുന്ന സ്റ്റെഫി നമുക്ക് നമ്മുടെ കാറിൽ ഇവരെ കൂടി കൊണ്ടുപോയാലോ, അവരെ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുവന്ന് വിട്ടാലോ എന്നും സ്റ്റെഫി ചോദിക്കുന്നു. അതനുസരിച്ച് സിദ്ധു ആണെങ്കിൽ അവരെ കൂടി കാറിൽ കയറ്റി കൊണ്ടുപോകും. ആ കാറിലിരുന്നാൽ നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് തന്നെയാണ് സ്റ്റെഫി പറഞ്ഞതും. അവൾ മാറ്റി പറയാനായിട്ട് നിന്നില്ല. അപ്പോൾ അയാൾ പറയുന്നത് ഞാനും ഇതുപോലൊരു കുഞ്ഞു പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത്. വിവാഹം കഴിഞ്ഞ് കുറച്ചുനാൾ കഴിഞ്ഞതും ഞാൻ പെട്ടെന്ന് വയസ്സായി. എന്നാൽ അവളാണെങ്കിൽ നല്ല ചെറുപ്പവും. അവൾക്ക് ഇഷ്ടമുള്ള ആളിനൊപ്പം ഞങ്ങളെയും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയി. പക്ഷെ എന്റെ മകനുണ്ടല്ലോ, ഇവൻ പാവമാ, എന്നെ ഉപേക്ഷിച്ച് പോകാത്ത ഒരേ ഒരാൾ. ഇവൻ ജനിച്ചപ്പോൾ എങ്ങനെയുള്ള നിഷ്കളങ്കതയായിരുന്നോ അതേ നിഷ്കളങ്കത തന്നെയാണ് അവൻ ഇപ്പോഴും. ജീവിതകാലം മുഴുവനും അവൻ അതേ കാണൂ. എത്രയോ മക്കൾ അച്ഛനെയും അമ്മയെയും ഉപേക്ഷിച്ചു പോകുന്നു, പക്ഷെ ഇവൻ ഒരിക്കലും എന്നെ ഉപേക്ഷിച്ചു പോകില്ല. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ അതേ പ്രായത്തിലല്ലേ വിവാഹം കഴിച്ചത്, പക്ഷേ നിങ്ങൾ ഒരിക്കലും പിരിയരുത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ആ അച്ഛനും മകനും അവിടെ നിന്ന് പോകുന്നത്. അതെല്ലാം ചിരിച്ചുകൊണ്ട് കേട്ടു നിൽക്കുകയാണ് സ്റ്റെഫിയും സിദ്ധുവും. സ്റ്റെഫി ഇട്ടിരിക്കുന്ന ആ ഒരു ഗൗൺ അവൾക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഡ്രസ്സ് മാറ്റണമെന്ന ആവശ്യം അവനോട് പറയുന്നു. സിദ്ധു ആണെങ്കിൽ തന്റെ ഗേൾഫ്രണ്ടിന്റെ ഫ്ലാറ്റ് ഇവിടെ അടുത്ത് തന്നെയാണ്, നമുക്ക് അവിടേക്ക് പോകാമെന്നും അവൻ പറയും. ഗേൾഫ്രണ്ടിനെ വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫും പറയുന്നു. അത് സാരമില്ല, അവളുടെ ഫ്ലാറ്റിന്റെ പാസ്വേഡ് എനിക്കറിയാം, നമുക്ക് അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് സ്റ്റെഫിയും കൂട്ടി സിദ്ധു നേരെ ഫ്ലാറ്റിലേക്ക് വരുന്നു. പാസ്വേഡ് ഒക്കെ അടിച്ച് കതകും ഓപ്പൺ ആക്കി അകത്ത് കയറുന്ന സമയത്തായിരുന്നു സ്റ്റെഫി ആണെങ്കിൽ ഒരു കാഴ്ച കാണുന്നതും. ചേട്ടാ ദാ ഇത് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് സിദ്ധുവിനെ വിളിച്ച് ഒരു കാഴ്ച കാണിക്കും. അതെന്തെന്നാൽ സിദ്ധുവിന്റെ ഗേൾഫ്രണ്ടായ ആയിഷയും മറ്റൊരു ചെറുക്കനും കൂടി ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടിട്ട് രണ്ടുപേരും കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. അത് കണ്ട് സിദ്ധു ഞെട്ടിപ്പോകുന്നു. ഡോറ് തുറന്നതും സിദ്ധുവിനെ കണ്ടതും സിദ്ധുവിന്റെ കാമുകയെ ആയിഷയും ഞെട്ടിപ്പോകും. ആയിഷു ആണെങ്കിൽ സിദ്ധുവിന് പിന്നാലെ ഓടും. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ, എന്നോട് ക്ഷമിക്കെന്ന് പറയുന്നു. ഇതാണോ നിന്റെ അബദ്ധം എന്ന് സിദ്ധു ചോദിക്കുമ്പോൾ ഞാൻ എയർപോർട്ടിൽ വെച്ച് എന്റെ പഴയ കൂട്ടുകാരനെ കണ്ടു. അപ്പോൾ ഞങ്ങള് പതിയെ സംസാരിച്ചു നിന്നു. പിന്നെ പഴയ കോളേജിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്തു. അങ്ങനെ പറ്റിപ്പോയതാണെന്ന് പറയും. സിദ്ധുവിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു സ്റ്റെഫിയെ ആയിഷു കാണുന്നതും.
ഇവളാരാ? ഓ, നീ ഇവളെ കൊണ്ടുവന്നതാണല്ലേ. ഞാനിവിടെ കാണില്ല എന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. എന്നിട്ട് നീ ഇവളെ കൊണ്ടുവന്നെങ്കിൽ അതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എന്നിട്ട് നീ എന്നെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ ചെയ്ത തെറ്റും നീ ചെയ്ത തെറ്റും ഈ കൊല, നമ്മൾ രണ്ടുപേരും പാപികളാണ് എന്ന് പറഞ്ഞിട്ട് ഐഷു അവിടെ നിന്ന് പോകുന്നു. ഐഷു ചെയ്ത പ്രവൃത്തിയാണെങ്കിൽ ഒരിക്കലും സിദ്ധുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല. സ്റ്റെഫി അവനെ ഒരുപാട് ആശ്വസിപ്പിക്കും. ചേട്ടാ, ചേട്ടൻ കരയല്ലേ, ചേട്ടൻ കരയുന്നത് കണ്ടാൽ ഞാനും കരഞ്ഞു പോകും എന്നൊക്കെ അവൻ പറയുന്നു. അത് കേട്ടതും അവനും ഒരുപാട് സങ്കടമായി. അവൾ അവനെ ആശ്വസിപ്പിക്കുന്നത് കാരണം അവനും കുറച്ച് ആശ്വാസമാകും. കാറിനുള്ളിലേക്ക് കയറിയ സിദ്ധുവാണെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം വിട്ടിട്ട് വീണ്ടും പഴയതുപോലെ ആകുവാനായും ശ്രമിക്കുന്നുണ്ട്. അവർ വീണ്ടും യാത്ര ആരംഭിച്ചു. അപ്പോഴത്രയും സിദ്ധു പറയുന്നത്, അവൾക്ക് എങ്ങനെ എന്നെ ചതിക്കാനായി തോന്നി? ഇതുപോലെ തന്നെ ഞാൻ ഒരുപാട് പേരെ പ്രണയിച്ചു. അവസാനം അത് വിവാഹത്തിൽ എത്തുന്ന സമയത്ത് അത് ബ്രേക്കപ്പ് ആകും. എനിക്കിത് ശീലം തന്നെയാ. അതുപോലെ തന്നെ ഇതും അങ്ങ് കഴിഞ്ഞു പോകട്ടെ. അവളാ എന്നോട് ഇങ്ങോട്ട് പ്രണയമാണെന്ന് പറഞ്ഞു വന്നത്, അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയതല്ല. എന്റെ അമ്മയ്ക്കായിരുന്നു ഞാൻ വിവാഹം കഴിക്കാൻ നിർബന്ധം. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് എടുത്ത് ചാടുന്നത് എന്നുള്ള കാര്യം പറഞ്ഞ് സിദ്ധു വല്ലാതെ സങ്കടപ്പെടുന്നു. സിദ്ധുവിന്റെ സങ്കടം കണ്ടിട്ട് സ്റ്റെഫിക്കും സങ്കടം വരികയാണ്. അപ്പോഴൊക്കെ സിദ്ധുവിനെ അമ്മ വിളിച്ചുകൊണ്ടേയിരിക്കും. അവൻ എവിടെയാണെന്ന് അമ്മയ്ക്ക് അറിയണമല്ലോ. സിദ്ധുവിനെ കുറിച്ച് അമ്മയ്ക്ക് എപ്പോഴും അറിയണം. അമ്മയാണെങ്കിൽ അവൻ ആഹാരം കഴിച്ചു, എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ച് അതറിയുവാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് പോലും. പക്ഷെ സിദ്ധു ആണെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിലല്ലല്ലോ. അവനാണെങ്കിൽ അമ്മയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയൊക്കെ വിടുകയാണ്. അവൻ ആ ഒരു മാനസികാവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ട് ഇനി എന്തായാലും സിജിനെ പറ്റി അന്വേഷിക്കേണ്ട എന്നും സ്റ്റെഫി തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിടുവാനായിട്ടും അവൾ പറയും. അങ്ങനെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് എത്തി. അവിടെ അവളെ ഇറക്കി വിടുകയാണ്. ആ സമയത്ത് കാറിൽ നിന്നും ഇറങ്ങിയ അവൾ പറയുന്നുണ്ട്, ചേട്ടാ, നിങ്ങളൊരു നല്ല മനുഷ്യനാ. നിങ്ങൾ കരയുന്നത് കാണാനേ ഒരിക്കലും കൊള്ളത്തില്ല. അതുകൊണ്ട് എപ്പോഴും ചിരിച്ചിരിക്കുവാനായിട്ടും സ്റ്റെഫി ആണെങ്കിൽ സിദ്ധുവിനോട് പറയുന്നു. അത് കേട്ട് സിദ്ധു പുഞ്ചിരിക്കുകയാണ്. രണ്ടുപേരും പിരിയാൻ പോകുന്നു എന്ന് മനസ്സിലായതും രണ്ടുപേർക്കും ഇടയിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ടാവുകയാണ്. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം വല്ലാതെ മിസ് ചെയ്യുന്നു. സ്റ്റെഫി നേരെ പോയി ഒരു ചെയറിലിരിക്കും. സ്റ്റെഫിയെ നോക്കിക്കൊണ്ട് തന്റെ കാറിലിരിക്കുകയായിരുന്നു സിദ്ധു. സിദ്ധു അങ്ങനെ കാറും എടുത്ത് പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെ അവന് സ്റ്റെഫിയുടെ ഓർമ്മകൾ വന്നുകൊണ്ടേയിരുന്നു. കാറിൽ നോക്കിയപ്പോൾ അവൾ കഴിച്ച ചോക്ലേറ്റ്, പിന്നെ അവളുടെ ഡ്രസ്സിലിരുന്ന ഒരു ചെറിയൊരു തുണി, അതെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ സിദ്ധുവിന് അവളെ വല്ലാതെ മിസ് ചെയ്യുന്നു. വീണ്ടും ഒരു റൗണ്ട് അടിച്ചിട്ട് വന്ന സിദ്ധു ആണെങ്കിൽ സ്റ്റെഫിയെ തന്നെ നോക്കി നിൽക്കുന്നു. പക്ഷെ ഇതൊന്നും സ്റ്റെഫി കാണുന്നില്ല. വീണ്ടും സിദ്ധു അവിടെ നിന്ന് പോകുന്ന സമയത്തും അവന്റെ മനസ്സ് അനുവദിക്കുന്നതേയില്ല. സ്റ്റെഫിയുടെ ഓർമ്മകൾ അവനെ വല്ലാതെ അലട്ടി. സ്റ്റെഫി ആണെങ്കിൽ അവന്റെ മോശപ്പെട്ട സമയത്ത് അവനെ സമാധാനിപ്പിച്ചതെല്ലാം സിദ്ധുവിന് ഓർമ്മ വരുന്നു. വീണ്ടും സിദ്ധു ഒരു റൗണ്ട് അടിച്ചിട്ട് സ്റ്റെഫിക്ക് അടുത്തേക്ക് വരുമ്പോൾ ദേ ആ കസേരയിൽ സ്റ്റെഫി ഇല്ല. അവനാണെങ്കിൽ കാറിൽ നിന്നും പുറത്തിറങ്ങി അവിടെ ആകെ അന്വേഷിക്കുന്നു. വല്ലാതെ ടെൻഷൻ ആവുകയാണ് സിദ്ധുവിന്. അപ്പോൾ നോക്കിയപ്പോൾ ദേ ബസ് സ്റ്റാൻഡിനകത്ത് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരികയാണ് സ്റ്റെഫി. സ്റ്റെഫി സിദ്ധുവിനെ കണ്ടതും പുഞ്ചിരിക്കും. സിദ്ധുവും പുഞ്ചിരിക്കുകയാണ്. സിദ്ധു അവിടെ നിന്നും സ്റ്റെഫിയും കൂട്ടിക്കൊണ്ടു പോകുന്നു. സിദ്ധു സ്റ്റെഫിയോട് ചോദിക്കുന്നത്, നിന്റെ സിജിൻ കല്യാണത്തിന് വന്നില്ല, അതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയണ്ടേ? നീ ഊട്ടിയിൽ നിന്നും ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ഒരു കാര്യം അറിയാതെ തിരിച്ചു പോയാൽ നിനക്ക് സമാധാനം കിട്ടുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് സിജിനെ കണ്ടുപിടിക്കണം. എന്നിട്ട് അവൻ എന്തുകൊണ്ടാണ് കല്യാണത്തിൽ നിന്ന് പിന്മാറിയത് എന്നുള്ള കാര്യം അറിയണമല്ലോ എന്നും സിദ്ധു ചോദിക്കുന്നു. അപ്പോൾ അത് കേട്ട്, ശരിയാണ് ചേട്ടാ, അവനെ കണ്ടുപിടിക്കണം, എന്നിട്ട് കാരണം അറിയണമെന്നും സ്റ്റെഫി പറയുന്നു. അതിനു മുൻപ് സ്റ്റെഫിക്കുന്ന ഡ്രസ്സ് മാറണമല്ലോ. സിദ്ധു നേരെ തന്റെ ടെക്സ്റ്റൈൽസ് നടത്തുന്ന കൂട്ടുകാരനെ വിളിക്കും. കൂട്ടുകാരന്റെ വൈഫാണ് ഫോൺ എടുക്കുന്നത്. വൈഫിനാണെങ്കിൽ കൂട്ടുകാരനെ വല്ലാത്ത സംശയമാണ്. സ്പീക്കർ ഇടുവാനായിട്ടും പറഞ്ഞു. സിദ്ധു പറയുന്നത്, എടാ, എന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറയും. അത് കേട്ടതും ആ കൂട്ടുകാരന്റെ വൈഫ് ചോദിക്കുന്നത്, നിന്റെ കൂടെ ഒരു പെണ്ണുണ്ടെങ്കിൽ എന്റെ ഭർത്താവിനെ എന്തിനാടാ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നു. എനിക്കവളെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയതാണെന്ന് പറയുമ്പോൾ, ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയ പെണ്ണിനെയും കൊണ്ടാണോ നീ എന്റെ ഭർത്താവിനെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു കൂട്ടുകാരന്റെ ഭാര്യയാണെങ്കിൽ ഒരുപാട് വഴക്ക് പറയും. ഇതെല്ലാം സ്റ്റെഫി കേൾക്കുന്നുണ്ടല്ലോ. സ്റ്റെഫി ഉടനെ തന്നെ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട്, അതെ ചേച്ചി, ഞാൻ ഇന്നെന്റെ കല്യാണം നടക്കേണ്ട പെണ്ണാ. പക്ഷേ എന്റെ ചെറുക്കൻ വന്നില്ല. അവൻ എവിടെയോ പോയി. അവനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. എന്നെ സഹായിക്കാനാ ഈ ചേട്ടൻ തീരുമാനിച്ചത്, അല്ലാതെ വേറൊന്നുമല്ല. ആദ്യം പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സ്റ്റെഫി ആണെങ്കിൽ ഫോൺ നേരെ സിദ്ധുവിന് കൊടുക്കും. സിദ്ധു ആണെങ്കിൽ കട്ട് ചെയ്ത് കളയുകയും ചെയ്യുന്നു. കൂട്ടുകാരന്റെ ഭാര്യയ്ക്കാണെങ്കിൽ അയ്യോ, പറഞ്ഞതൊക്കെ കൂടിപ്പോയല്ലോ, തെറ്റായി പോയല്ലോ എന്നുള്ള ചിന്തയും വരുന്നു. കൂട്ടുകാരനാണെങ്കിൽ തന്റെ ടെക്സ്റ്റൈൽസ് ഓപ്പൺ ആക്കി കൊടുക്കും. സ്റ്റെഫി തനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കുവാനായിട്ട് എടുത്തുകൊണ്ടുവരും.
ട്രയൽ റൂമിൽ കയറി അവൾ അവളുടെ ഗൗൺ ഊരുവാനായി നോക്കുന്ന സമയമായിരുന്നു അതിന് ഹുക്ക് അഴിക്കുവാനായിട്ട് അവൾക്ക് നല്ല പാട്. ഉടനെ തന്നെ പുറത്തു വന്നിട്ട് ഈ ഹുക്ക് ഒന്ന് അഴിച്ചു തരുമോ എന്ന് ചോദിക്കും. സിദ്ധുവിന്റെ കൂട്ടുകാരനാണ് ഹുക്ക് അഴിക്കുവാനായി വന്നത്. പക്ഷെ അത് സിദ്ധുവിന് അത്ര ഇഷ്ടമാകുന്നതേയില്ല. മാറുന്നില്ല, ഞാൻ അഴിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് സിദ്ധു നേരെ വന്നിട്ട് സ്റ്റെഫിയുടെ ഹുക്ക് അഴിച്ചു കൊടുക്കും. ആ സമയമെല്ലാം സ്റ്റെഫി ആണെങ്കിൽ സിദ്ധുവിനെയാണ് നോക്കുന്നത് പോലും. സിദ്ധുവും സ്റ്റെഫിയെ നോക്കുന്നുണ്ട്. രണ്ടുപേർക്കുമിടയിൽ റൊമാൻസ് വരുന്നുണ്ട്. രണ്ടുപേരും കാറിൽ പോകുന്ന സമയത്ത് പരസ്പരമൊന്നും സംസാരിക്കുന്നതേയില്ല. അവർ മുഖത്തോട് മുഖമൊക്കെ നോക്കുന്നു. അവർക്കിടയിൽ പ്രണയമൊക്കെ വളരുകയാണ്. സിദ്ധു ആണെങ്കിൽ ഒരു സ്ഥലത്ത് കാർ നിർത്തും. എന്നിട്ട് നേരെ ആ പോലീസ് ഓഫീസറിനെ വിളിച്ചിട്ട്, സാറേ, ആ ഒരു സിജിനെ ഒന്ന് കണ്ടുപിടിച്ച് തരുമോ? അവൻ എന്തുകൊണ്ടാണ് കല്യാണത്തിന് വരാത്തത് എന്നുള്ള കാര്യം അറിഞ്ഞാലേ സ്റ്റെഫിക്ക് മനസ്സമാധാനം കിട്ടൂ. എങ്കിലേ അവൾ തിരിച്ചു പോകൂ. അതുകൊണ്ട് എത്രയും വേഗം ആ സിജിനെ കുറിച്ച് അന്വേഷിച്ചെന്ന് പറഞ്ഞു തരണേന്ന് പറഞ്ഞ് സിജിന്റെ ഫോട്ടോയും അയച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം സ്റ്റെഫിക്ക് ഫുഡ് വാങ്ങി കൊടുക്കുവാനായി കയറും. അതേ സമയത്തായിരുന്നു ആ പോലീസ് ഓഫീസർ ആണെങ്കിൽ സിദ്ധുവിനെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. സാറ് തന്നെ അവളോട് പറയുമെന്ന് പറഞ്ഞ് സിദ്ധു നേരെ സ്റ്റെഫിക്ക് ഫോൺ കൊടുക്കുന്നു. സ്റ്റെഫിയോട് പറയുന്നത്, മോളെ, നീ തിരിച്ചു പോകണം. നീ വിചാരിക്കുന്നത് പോലുള്ള ഒരാളല്ല അവൻ. അവൻ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ലിവിങ് റിലേഷൻഷിപ്പിലാണ്. അവൻ നിന്നെ മനഃപൂർവ്വം ചതിച്ചതാണെന്നും സ്റ്റെഫിയോട് പറയുന്നു. അത് കേട്ട് സ്റ്റെഫി തകർന്നു പോകും. സ്റ്റെഫിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. അവൾ തിരികെ പോകുമ്പോഴെല്ലാം കാറിലിരുന്ന് പൊട്ടിക്കരയുകയാണ് ചെയ്തതും. അവൻ എങ്ങനെ എന്നെ ചതിക്കാൻ തോന്നി എന്നൊക്കെ സ്റ്റെഫി പറയുന്നു. അതേ സമയം തന്നെയായിരുന്നു സിദ്ധു ചോദിക്കുന്നത്, അവനെ അങ്ങനെ അങ്ങ് വിട്ടാൽ പറ്റുമോ? അവനിട്ട് രണ്ട് കൊടുക്കണ്ടേ? ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് മനസ്സമാധാനം കാണുമോ എന്നൊക്കെ സ്റ്റെഫിയോട് ചോദിക്കുന്നു. കൊടുക്കണം ചേട്ടാ, അവന് രണ്ട് കൊടുക്കണമെന്നും സ്റ്റെഫി പറയുന്നു. എന്നിട്ട് ഉടനെ തന്നെ സിദ്ധു ആ ഒരു പോലീസ് ഓഫീസറിനെ വിളിച്ചിട്ട് സിജിനുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കും. അതൊരു ഡാൻസ് ബാർ ആയിരുന്നു. അവിടേക്ക് എത്തിക്കുകയാണ് സ്റ്റെഫിയും സിദ്ധുവും. പോലീസ് ഓഫീസറും അവിടെയുണ്ട്. അകത്തേക്ക് കയറുന്ന സമയത്ത് സിജിനിട്ട് രണ്ട് കൊടുക്കുവാനായിട്ട് എന്തെങ്കിലും വേണമല്ലോ എന്ന് ചിന്തിച്ച് സിദ്ധു ഉടനെ തന്നെ ഒരു പാൻ എടുത്ത് അവളുടെ കയ്യിൽ കൊടുക്കും. അതുമായിട്ടാണ് അവൾ അകത്തേക്ക് വരുന്നത്. സിജിനെ കാണുന്ന സമയത്ത് എന്റെ മനസ്സ് മാറിയല്ലോ എന്ന് പറയുമ്പോൾ, നീയാണെങ്കിൽ അങ്ങനെയൊന്നും മാറിയത് രണ്ടവന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് സിദ്ധു അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതും. അതേസമയം സിജിനും സിജിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും കൂടി മദ്യപിച്ച് അവിടെ നിന്ന് നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് ആഘോഷിക്കുകയായിരുന്നു. അകത്തേക്ക് കയറി ചെന്ന നമ്മുടെ സ്റ്റെഫിയെ സിജിൻ കാണും. സ്റ്റെഫിയെ കണ്ടതും അവളുടെ അടുത്തേക്ക് വലിയ റൊമാൻറ്റിക് ലുക്കിൽ നടന്നു വരികയാണ് സിജിൻ. റൊമാൻറ്റിക് മാത്രമല്ല, ദയനീയ ഭാവത്തോടെയാണ് നടന്നു വരുന്നതും. എന്നിട്ട് ഉടനെ തന്നെ സ്റ്റെഫിയോട് സോറി സ്റ്റെഫി എന്ന് പറയുന്നു. അത് കേട്ടതും സ്റ്റെഫി ആണെങ്കിൽ അലിഞ്ഞു പോയി. കയ്യിൽ നിന്നും പാൻ തറയിൽ വീഴുമെന്ന അവസ്ഥയായപ്പോൾ ഉടനെ തന്നെ സിദ്ധു ആണെങ്കിൽ സ്റ്റെഫിയെ അവനായിട്ട് രണ്ട് കൊട് എന്നുള്ളൊരു ആക്ഷൻ കാണിക്കും. ഉടനെ തന്നെ തന്റെ കയ്യിലിരുന്ന പാൻ എടുത്ത് അവന്റെ തലക്കടിക്കുന്നു. അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സത്യം പുറത്താകുന്നത്. തറയിൽ വീണ സിജിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. എന്നിട്ട് ആ ഒരു കൂട്ടുകാരനാണെങ്കിൽ സ്റ്റെഫിയോട് പറയുന്നുണ്ട്, മതിയാക്ക് സ്റ്റെഫി, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്ക്. ഞങ്ങളെ ഇനിയെങ്കിലും വെറുതെ വിട്. നീ ഇതുവരെയും ഞങ്ങളെ സമാധാനത്തോടു കൂടി ഒന്ന് ഇരിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് സ്റ്റെഫിയുടെ നേരെ ചെല്ലുന്നു. അപ്പോഴാണ് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാകുന്നത്. അവർ രണ്ടുപേരും ഗേ ആണെന്ന്. നാട്ടുകാരറിഞ്ഞാൽ എന്താകുമെന്ന് കരുതിയാണ് ആരോടും പറയാത്തത്. തന്റെ ഗേ പാർട്ട്ണറിനെ പിരിയാൻ പറ്റാത്തത് കൊണ്ടാണ് അവൻ കല്യാണത്തിന് പോലും വരാത്തത്. ഈ സത്യങ്ങളെല്ലാം ഇപ്പോൾ സ്റ്റെഫിയും പിന്നെ സിദ്ധുവും ആ ഒരു പോലീസ് ഓഫീസർ മനസ്സിലാക്കി. പോലീസ് ഓഫീസർ ആദ്യം കരുതിയത് അവൻ ഏതോ പെൺകുട്ടിയോടൊപ്പമാണെന്ന. പക്ഷെ സത്യം അപ്പോൾ പുറത്തായില്ലേ. കാറിലിരിക്കുകയായിരുന്ന സ്റ്റെഫി ആണെങ്കിൽ, അവൻ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിച്ചത്? അവന് ഒരിക്കലെങ്കിലും ഇത് എന്നോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നു. ഞാൻ വലിയൊരു മണ്ടിയാ എന്നൊക്കെ പറയും. അപ്പോൾ ഉടനെ തന്നെ അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന സിദ്ധു ആണെങ്കിൽ, അല്ല, നിങ്ങൾ തമ്മിൽ വേറൊന്നും നടന്നിട്ടില്ലേ? അത് കേട്ട് സ്റ്റെഫി ഞെട്ടും. എന്ത് നടക്കാനാ? അവൻ എനിക്ക് ഇന്ന് വരെ ഒരു ഉമ്മ പോലും തന്നിട്ടില്ല. ഞാൻ വിചാരിച്ചത് നമ്മളുടെ റിലേഷൻ അങ്ങനെയുള്ള റിലേഷൻ ആണെന്നാ. പക്ഷേ എനിക്കിത് തെറ്റിപ്പോയി. അവൻ ഇതാണെന്നുള്ളത് എനിക്കന്ന് മനസ്സിലായില്ലല്ലോ. അത് കേട്ട് സിദ്ധു പറയുന്നത്, സത്യം തന്നെയാ, നീ ഒരു മണ്ടി തന്നെയാ. അതേ സമയത്തായിരുന്നു സിദ്ധുവിന് തന്റെ അമ്മയുടെ കോൾ വരുന്നതും. കോൾ എടുത്ത് എന്താ അമ്മയെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരാണായിരുന്നു സംസാരിച്ചതും. സിദ്ധു, നിന്റെ അമ്മയാണെങ്കിൽ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. ഞാൻ ഡോക്ടറിനെ വിളിക്കാൻ പോവുക, എത്രയും വേഗം വരണമെന്ന് പറയുന്നു. അത് കേട്ടതും സിദ്ധുവിന്റെ റിലേ പോയി. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ വേഗത്തിൽ തന്റെ ഫ്ളാറ്റിലേക്ക് എത്തുന്നു. ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നു. അവന്റെ അമ്മ മരണപ്പെട്ടു. അമ്മയുടെ അടുത്ത് ചെന്ന് പൊട്ടിക്കരയുകയാണ് സിദ്ധു. അമ്മയുടെ കൈ പിടിച്ച് കരയുന്ന സിദ്ധുവിനെ കണ്ട് സ്റ്റെഫിക്കും ഒരുപാട് സങ്കടം വന്നു. അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ എന്നൊന്നും അറിയത്തില്ല. അവൾ പതുക്കെ ഇറങ്ങി താഴേക്ക് വരും.
കാറിലേക്ക് നോക്കുന്ന സമയത്ത് അവളുടെ ഗൗൺ ആ കാറിൽ കിടക്കുന്നത് അവൾ കാണുന്നു. സ്റ്റെഫി ഒരു മോശാവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ അവളെ ഏറ്റവും കൂടുതൽ സമാധാനിപ്പിച്ചതും അവളുടെ കൂടെ നിന്നതെല്ലാം സിദ്ധുവായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവനെ വിട്ടിട്ട് പോകുവാനായിട്ട് അവൾക്ക് മനസ്സ് വന്നില്ല. ഉടനെ തന്നെ അവൾ നേരെ സിദ്ധുവിനടുത്തേക്ക് എത്തി. അവൻ അടുത്തിരുന്ന് അവനെ ഒരുപാട് സമാധാനിപ്പിക്കും. അതേ സമയമായിരുന്നു സിദ്ധുവിന്റെ കാമുകിയായിട്ടുള്ള ഐഷുവും അവിടേക്ക് വരുന്നത്. ഐഷുവിനെ കണ്ടതും സ്റ്റെഫിയാണെങ്കിൽ സിദ്ധുവിന്റെ കയ്യിലൂടെ ചുറ്റിപ്പിടിക്കും. സിദ്ധുവേ, എനിക്കുള്ളതാ, ഇനി അവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, ഇനി എല്ലാത്തിനും അവന് ഞാനുണ്ട് എന്നൊരു ഭാവത്തോടെ സ്റ്റെഫി ആണെങ്കിൽ ഐഷുവിനെ നോക്കുന്നു. സ്റ്റെഫി നോക്കിയതിന്റെ അർത്ഥം മനസ്സിലായ ഐഷു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ തലയും കുമ്പിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. പിന്നീട് സിദ്ധുവിനൊപ്പം അവൻ എന്തിനും കൂട്ടായി അവനെ സമാധാനിപ്പിച്ച് അവനൊപ്പം സ്റ്റെഫിയുമുണ്ട്. അതോടുകൂടി സിനിമയുടെ കഥ അവസാനിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.